ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ വരുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഓണം മേക്കപ്പ് ലുക്കാണ്. നമ്മൾ കുറച്ചായില്ലേ ഒരു മേക്കപ്പ് ലുക്ക് ചെയ്തിട്ട്, അപ്പോൾ ഇനിയും മേക്കപ്പ് ലുക്സ് വരുന്ന കേട്ടോ. അപ്പോൾ ഈ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ ആദ്യം ഞാൻ യൂസ് ചെയ്തത് കാമ ആയുർവേദയുടെ നീഡോളി വാട്ടർ എന്ന് പറഞ്ഞ ഫേസ് മിസ്റ്റാണ്. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു റിഫ്രഷിങ് ഫീലിംഗ് കിട്ടും കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഞാൻ ന്യൂട്രിഡേമിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസറാണ് കേട്ടോ. ഞാൻ എപ്പോൾ മേക്കപ്പ് ഇടുമ്പോഴും അധികം ഈ ഒരു മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഞാൻ എൻ്റെ ഫേസിലും നെക്കിലും അത് അപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മളെപ്പോൾ മേക്കപ്പ് ഇടുമ്പോഴും നല്ലൊരു സ്കിൻ കെയർ ചെയ്തിരിക്കണം. ആൻഡ് ലിപ് ബാമിന് വേണ്ടിയിട്ട് നിവ്യയുടെ ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കാണിക്കുന്ന എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇൻഡൽജിയോടെ റോസ് ഗോൾഡ് ഓയിൽ കുറച്ചെടുത്തിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഫേസ് ആണെങ്കിൽ ഈ ഒരു ഓയിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾ ഫൗണ്ടേഷൻ, കൺസീലർ, പിന്നെ പൗഡർ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുമ്പം ഫേസ് ഭയങ്കര ഡ്രൈ ആയി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓയിൽ ഹെൽപ്പ് ചെയ്യും. ഡ്രൈ സ്കിന്നുകാർക്ക് നല്ലതാട്ടോ മേക്കപ്പ് ഇടുന്നതിൻ്റെ മുമ്പ് ഈ ഒരു ഓയിൽ അപ്ലൈ ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ കളർ ബാറിൻ്റെ പ്രൈമർ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് ഞാൻ കളർ കറക്ഷൻ ചെയ്യാൻ പോവാണ്. എനിക്ക് ഡാർക്ക് സർക്കിൾസ് പിന്നെ ചെറുതായിട്ട് പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ LA ഗേളിൻ്റെ ഓറഞ്ച് കറക്ടറാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഡയറക്റ്റായിട്ട് കറക്ടർ യൂസ് ചെയ്യാണ്ട് ഡയറക്റ്റായിട്ട് കൺസീലറൊക്കെ അപ്ലൈ ചെയ്താൽ ആ ഒരു പിഗ്മെൻറ്റേഷൻ, ഡാർക്ക് സർക്കിൾസ് ഒക്കെയുള്ള ഭാഗത്ത് ഭയങ്കര ഗ്രേ ആയിട്ട് വരും. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കളർ കറക്റ്റേഴ്സ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് കൺസീലറിന് വേണ്ടിയിട്ട് ഞാൻ പാക്കിൻ്റെ കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു കൺസീലർ അടിപൊളിയാട്ടോ, ഭയങ്കര ക്രീമി ആയിട്ടുള്ള ടെക്സ്ചറാണ്, നന്നായി ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു ഷെയ്ഡ് വരുന്നത് സഹാറ എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഈ ഒരു ഷെയ്ഡ് എനിക്ക് ഒരു പൊടിക്ക് ഡാർക്കാട്ടോ, പക്ഷെ അതെനിക്കൊരു ഇഷ്യൂ അല്ല. അപ്പോൾ നല്ല ഈസി ആട്ടോ ഇത് ബ്ലെൻഡ് ചെയ്യാൻ. പിന്നെ ഞാൻ ഈ ബ്ലെൻഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബ്രഷ് അടിപൊളിയാട്ടോ, കൺസീലർ ബ്ലെൻഡ് ചെയ്യാൻ അടിപൊളിയാണ്. ഞാനിതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം കേട്ടോ. ഇത് റിയൽ ടെക്നിക്സിൻ്റെ ബ്രഷാട്ടോ. പിന്നെ നമ്മൾ എന്ത് പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിലും ആദ്യം കുറച്ചെടുത്തിട്ട് അപ്ലൈ ചെയ്യുക, എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ ബിൽഡപ്പ് ചെയ്യുക. ആദ്യം തന്നെ കുറേ എടുത്തിട്ട് അപ്ലൈ ചെയ്താൽ ഇനി കൂടിപ്പോയാൽ അത് റിമൂവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ ഇങ്ങനത്തെ പ്രൊഡക്ട്സ് ആദ്യം കുറച്ചെടുത്തിട്ട് അപ്ലൈ ചെയ്യുക, എന്നിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്യുക, എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ബിൽഡപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഫൗണ്ടേഷന് വേണ്ടിയിട്ട് ഞാൻ ഷുഗറിൻ്റെ 2 ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഏസ് ഓഫ് ഫേസ് ആ ഒരു റേഞ്ചിൽ വരുന്ന ഫൗണ്ടേഷനാണ് കേട്ടോ. ഒന്ന് ഇതിൻ്റെ മിനി സൈസാണ്. അപ്പോൾ 2 ഷെയ്ഡ് ഉണ്ട് കേട്ടോ. ഒരു ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് 30 എന്ന് പറഞ്ഞ ഷെയ്ഡാണ്, ചോക്കോച്ചിനോ എന്ന് പറഞ്ഞ ഷെയ്ഡ് കേട്ടോ. ആ ഷെയ്ഡ് എനിക്ക് കറക്റ്റാണ്, പക്ഷേ ചെറുതായിട്ട് ഓക്സിഡൈസ് ചെയ്യേ. അപ്പോൾ ഇത് ഇട്ടിട്ട് കുറച്ച് കഴിയുമ്പോൾ അത് കുറച്ചൊന്ന് ഡാർക്കായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറൊരു ഷെയ്ഡും കൂടി, ലൈറ്റർ ആയിട്ടുള്ളൊരു ഷെയ്ഡും കൂടി മിക്സ് ചെയ്യുന്നുണ്ട്. 20 എന്ന് പറഞ്ഞ ഷെയ്ഡ്. 2ൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് 2ഉം കൂടിയാണ് ഞാൻ ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ബാക്കിൽ ബ്രഷ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. ഞാനിത് ഫേസിലും കഴുത്തേലും അപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മൾ നന്നായി ടൈം എടുത്തിട്ട് ഇത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് ഞാൻ ഫിസിഷ്യൻസ് ഫോർമുല ഡയമണ്ട് ഫില്ലർ ചീക്ക് ആൻഡ് ലിപ്പ് കളറാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാട്ടോ ഇത്. നമുക്കിത് ലിപ്സിൽ അപ്ലൈ ചെയ്യാം, പിന്നെ ബ്ലഷായിട്ടും അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് അടിപൊളിയാട്ടോ. ഷെയ്ഡ് നെയിം വരുന്നത് റേഡിയൻ പിങ്ക് എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാട്ടോ. പിന്നെ ഇതിൻ്റെ ഫോർമുല ആണെങ്കിലും അടിപൊളിയാണ്, ബ്ലെൻഡ് ചെയ്യാനൊക്കെ നല്ല എളുപ്പമാട്ടോ. ഇത് ഞാൻ പറഞ്ഞ പോലെ ആദ്യം കുറച്ച് അപ്ലൈ ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പിന്നീട് അപ്ലൈ ചെയ്യുക. നെക്സ്റ്റ് എല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ലാക്മേയുടെ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഷെയ്ഡ് നെയിം ഒക്കെ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ പൗഡർ ബ്രഷിലെടുത്തിട്ട് ടാപ്പ് ചെയ്ത് കളയും, എന്നിട്ട് ബാക്കി വരുന്നതാണ് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പൗഡർ കുറച്ച് മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ, കുറേ ആയാലും നല്ല ബോറായിട്ട് വരും. നെക്സ്റ്റ് ഞാൻ നാറ്റിയോടെ കോണ്ടൂർ പാലറ്റിൽ നിന്ന് ആ ഒരു ഡാർക്ക് ഷെയ്ഡ് എടുത്തിട്ട് കോണ്ടൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ ചീക്സിൻ്റെ കുറച്ച് താഴെയായിട്ട് കോണ്ടൂർ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല ഭംഗിയാട്ടോ. സോ ഈ ഒരു നാറ്റിയോടെ പാലറ്റിൽ 2 ബ്രൗൺ ഷെയ്ഡ്സും പിന്നെ ഒരു ഷിമറി ഷെയ്ഡും ഉണ്ട്. 2 ബ്രൗൺ ഷെയ്ഡ്സ് നമുക്ക് കോണ്ടൂറായി യൂസ് ചെയ്യാം, പിന്നെ ഷിമറി ഷെയ്ഡ് ഹൈലൈറ്ററായിട്ട് യൂസ് ചെയ്യാം.
സോ ഐബ്രോസിന് വേണ്ടിയിട്ട് ഞാൻ എറ്റ്യൂഡ് ഹൗസിൻ്റെ ഐബ്രോ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പെൻസിലിനാണെങ്കിൽ ഒരു സൈഡിൽ സ്പോളി, മറ്റേ സൈഡിൽ ഐബ്രോ പ്രോഡക്റ്റ്. സോ ഈ ഒരു ഷെയ്ഡ് വരുന്നത് ഗ്രേ ബ്രൗൺ എന്ന് പറഞ്ഞ ഷെയ്ഡ് കേട്ടോ, നല്ലൊരു ഷെയ്ഡാണ്. സോ നമ്മൾ ഐബ്രോ ഫില്ല് ചെയ്യുമ്പം ഐബ്രോസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഭയങ്കര ഡാർക്കായിട്ട് ഫില്ല് ചെയ്യില്ല കേട്ടോ, അവിടെ ഭയങ്കര ലൈറ്റായിട്ടാണ് ഫില്ല് ചെയ്യേണ്ടത്. സ്റ്റാർട്ടിങ്ങിൽ ഭയങ്കര ഡാർക്കായാൽ അത് ഭയങ്കര ബോറായിട്ടിരിക്കും. നെക്സ്റ്റ് നമുക്ക് ഐ മേക്കപ്പിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫിസിഷ്യൻസ് ഫോർമുല റോസ് ഓൾ പ്ലേ ഐ ഷാഡോ പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു പാലറ്റ് എന്ന് വെച്ചാൽ അടിപൊളിയായിട്ടുള്ള പാലറ്റ് കേട്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സ് ഉണ്ട്. സോ ഞാനതിൽ റോസ് ഷെയ്ഡ് എടുത്തിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ ഒരു ഷെയ്ഡിൻ്റെ നെയിം വരുന്നത് ഇതിലെ ഓരോ ഷെയ്ഡ്സിനും ഓരോ നെയിം ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ആ ഒരു ഷെയ്ഡിൻ്റെ നെയിം വരുന്നത് സൂപ്പർ ബ്ലൂം എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. അപ്പോൾ ഞാൻ ആദ്യം അത് കണ്ണിൻ്റെ രണ്ടറ്റത്തും പ്ലേസ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഒരു ബ്ലെൻഡിങ് ബ്രഷ് വെച്ചിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. സോ ഈ ഒരു പാലറ്റിലാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സ് ഉണ്ട്, പിങ്ക്സ് ഉണ്ട്, ന്യൂഡ്സ് ഉണ്ട്, പിന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്ലിറ്ററി ഷെയ്ഡ്സ് ഉണ്ട്. നമ്മൾ അധികം കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഷെയ്ഡ്സ് ആട്ടോ ഇതിലുള്ളത്. സോ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന സൂപ്പർ ബ്ലൂം എന്ന് പറഞ്ഞ ആ ഒരു ഷെയ്ഡ് കണ്ണിൻ്റെ വാട്ടർ ലൈനിൻ്റെ താഴെ അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ അതിലെ ആ ഒരു ഗ്ലിറ്ററി ഷെയ്ഡ് എടുത്തിട്ട് ഷെയ്ഡ് നെയിം വരുന്നത് ഫ്രഷ് ബൊക്കെ എന്നാണ്, കണ്ണിൻ്റെ നടുക്കായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മൾ രണ്ട് സൈഡിലും ഐ ഷാഡോ അപ്ലൈ ചെയ്തില്ലേ, സൂപ്പർ ബ്ലൂം എന്ന് പറഞ്ഞ ഷെയ്ഡ്, അപ്പോൾ അതിൻ്റെ നടുക്കായിട്ട് ഈ ഒരു ഗ്ലിറ്ററി ഷെയ്ഡ് അപ്ലൈ ചെയ്യുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്ലിറ്റേഴ്സ് ആട്ടോ. പിന്നെ നൈക്കയുടെ കാച്ചിൽ വെച്ചിട്ട് ഞാൻ ഒന്ന് ടൈറ്റ് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഞാൻ ലെൻസ് വെച്ചിട്ടുണ്ട്, ലെൻസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കാം. നെക്സ്റ്റ് ലാഷ് കേൾ ചെയ്തിട്ട് ഞാൻ മേബിലിൻ്റെ ഹൈപ്പർ കേൾ മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട്, അപ്പോൾ പ്രൊഡക്റ്റ് അധികം വരുന്നില്ല. ആൻഡ് ഞാൻ നേരത്തെ കണ്ണിൻ്റെ മേലെ അപ്ലൈ ചെയ്ത ആ ഒരു റോസ് ഷെയ്ഡില്ല, അത് ഞാൻ ലൈറ്റായിട്ട് ബ്ലഷായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ബ്ലഷ് അപ്ലൈ ചെയ്തില്ല, അപ്പോൾ ഞാൻ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് ഞാൻ ഫിസിഷ്യൻസ് ഫോർമുലയുടെ ബട്ടർ ഗ്ലോ പ്രസ്ഡ് പൗഡറാണ് ഹൈലൈറ്ററായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിലാണെങ്കിൽ ഇങ്ങനെ കുറച്ച് ഷെയ്ഡ്സ് മിക്സ് ആയിട്ടാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ സ്മെല്ലാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള സ്മെല്ലാട്ടോ. ആൻഡ് ഇതിനാണെങ്കിൽ ഭയങ്കര ഫൈനായിട്ടുള്ള ഗ്ലിറ്റർ പാർട്ടിക്കിൾസ് ആണ്. നെക്സ്റ്റ് മിസ് ക്ലെയറിൻ്റെ ലിപ് ലൈനർ വെച്ചിട്ട് ഞാൻ ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു ബ്രൗൺ ഷെയ്ഡാട്ടോ, ഞാൻ ഷെയ്ഡ് നെയിം താഴെ കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ലൈൻ ചെയ്തിട്ട് ഉള്ളിൽ ലൈറ്റായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ലിപ്സ്റ്റിക്കിനായിട്ട് ഞാൻ ആദ്യം നൈക്കയുടെ ലക്സ് റേഞ്ചിൽ വരുന്ന ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഷെയ്ഡ് അടിപൊളിയാണ്, പക്ഷേ ഞാൻ ഈ ഒരു ലുക്കിന് വേറെ ലിപ്സ്റ്റിക്ക് ഇടാമെന്ന് വെച്ചു. അപ്പോൾ ഞാനത് ലൈറ്റായിട്ട് തുടച്ച് കളഞ്ഞിട്ട് മനീഷ് മൽഹോത്രയുടെ ഹൈ ഷൈൻ റേഞ്ചിൽ വരുന്ന ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്തു. ഇതൊരു ഗ്ലോസി ഫിനിഷ് തരുന്ന ലിപ്സ്റ്റിക്കാട്ടോ. ഈ ഒരു ഷെയ്ഡാണെങ്കിൽ ഒരു പിങ്കിഷ് ആയിട്ടുള്ള ഷെയ്ഡാണ്. ഈ ഒരു ബ്രൗൺ ലിപ് ലൈനറും കൂടെ കൂട്ടിയിട്ടിടുമ്പോൾ അത് അത്ര പിങ്കിഷ് ആയിട്ട് തോന്നത്തില്ല കേട്ടോ. പിന്നെ മാക്കിൻ്റെ സെറ്റിംഗ് സ്പ്രേ ഫേസിൽ സ്പ്രേ ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് മൊത്തം ഡാബ് ചെയ്ത് കൊടുക്കും. ബ്ലെൻഡ് ചെയ്യുമ്പോൾ എല്ലാ പ്രൊഡക്ട്സും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരും. ഈ പൗഡർ പ്രൊഡക്ട്സൊക്കെ ഈ സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുമ്പം സ്കിന്നിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരും. എന്നിട്ട് ഞാൻ ഹെയർ ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. സോ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സോ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.